കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പലതവണ ഞാൻ ബി ജെ പിയെ പറ്റി വിമർശിക്കുമ്പോൾ ഇവർ ന്യായീകരിക്കാൻ വേണ്ടിയും നമ്മളെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടും പല ആരോപണങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ ഇപ്പം നടത്തിയിരിക്കുന്ന അഴിമതിയെ അവരെങ്ങനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് ജനം ചിന്തിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടും ഇരിക്കുന്നത്. ഇവിടെ എടുത്തു പറയാനുള്ളത്, ഈ RSSന്റെ സംഘടനാ സെക്രട്ടറി ഇല്ലാത്ത ഒരു ബി ജെ പി, ഈ ഒരു ബി ജെ പിയെ എപ്പോഴാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്? RSSന്റെ ഭാഗത്തുനിന്ന് ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഒരാളെപ്പോലും ഇല്ല. എല്ലാം സുരേഷിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, സുരേഷിനെ പോലെ പലതവണ നമ്മൾ പറഞ്ഞതാണ് കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന്. ഇത്രയും വലിയ അഴിമതി നടത്തിയ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇയാളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ മനസ്സിലാക്കിയിട്ടാണോ രാജീവ് ചന്ദ്രശേഖർ ഇയാളെ മുന്നോട്ട് വെച്ചത്? എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ആഭ്യന്തര വിഷയമാണ്, ഇത് നാട്ടുകാർക്കൊന്നും ഇടപെടാൻ പറ്റില്ല എന്ന്. ഇത് നാട്ടുകാർക്കല്ല, ഇത് രാജ്യത്തുള്ള എല്ലാവർക്കും ഇടപെടേണ്ട വിഷയമാണ്. കാരണം BJP എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ പാർട്ടിയാണ്. ഇവിടെ ജനം നികുതി കൊടുക്കുന്ന പൈസയും ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ, നമ്മളടങ്ങുന്ന എല്ലാവരും കൊടുത്തിട്ടുള്ള സംഭാവനകളൊന്നും ചെറുതല്ല. നമ്മുടെ ആൾക്കാർ അത്രയും മാത്രം തുക BJPക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രൂപയ്ക്കും കണക്ക് പറയേണ്ടതാണ്. മാത്രമല്ല, ഒരു MLA എന്നുള്ള നിലയ്ക്ക് വെറും ഒരു പ്രസിഡന്റ് മാത്രമാണെങ്കിൽ ശരി, ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു. ഇന്ന് MLA പ്ലസ് ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഇവരുടെ സത്യപ്രതിജ്ഞയിൽ ഇവർ അധർമ്മം കാണിക്കില്ല, അഴിമതികൾക്കെതിരെ ചോദ്യം ചെയ്യും, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളും എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവരുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് പിതൃത്വമില്ലായ്മ. നല്ല പിതൃത്വം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരം പ്രവൃത്തി BJPയെ പോലെ, അതായത് RSS എന്ന് പറയുന്ന ഒരു ഈശ്വരീയ പ്രസ്ഥാനത്തു നിന്ന് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ സംഘടനയായ BJPയിൽ നിന്നും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് തികച്ചും ഇവരുടെ കേരളത്തിലെ BJP നേതാക്കൾ എല്ലാവരും എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരണം. അതുപോലെ തന്നെ ഇത്തരം ഈ കുത്തക മുതലാളിമാരുടെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പല ശക്തികളുടെയും കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്ന ഈ കച്ചവടക്കാരെ ഇനി വരും ദിവസങ്ങളിൽ യഥാർത്ഥ സ്വയം സേവകർ തന്നെ കയ്യാങ്കളിയിലൂടെ തന്നെ നേരിടുമെന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. കാരണം അത്രയും മാത്രം പൊറുതി മുട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ കൊള്ള ചെറുതാണോ? VHP എന്ന് പറയുന്ന പ്രസ്ഥാനം, അത് വിശ്വഹിന്ദു പരിഷത്തിന്റെ രീതിയിൽ അയോധ്യയിൽ മാത്രമാണോ കൊള്ള നടന്നത്? ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 550 കോടിയുടെ രത്നങ്ങളും ഇതുമെല്ലാം കട്ടുമുടിച്ചവരെ ഈ BJP അല്ലേ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെയും കരമന ജയന്റെയും സുരേഷിന്റെയും നേതൃത്വത്തിലുള്ള ഇവർ തന്നെയല്ലേ അവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും ഒരു വിരൽ ചൂണ്ടിയോ? ഇവർ ചൂണ്ടിയിട്ടില്ല. ഇവിടെ PSC നിയമനത്തിന്റെ പ്രശ്നം വന്നിട്ട്, ഈ അഴിമതി വന്നിട്ട് അതിനെതിരെ ഒന്ന് സംസാരിച്ചോ? ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. അതുപോലെ ഇപ്പൊ തന്നെ ഇവിടെ പാവക്കുളം അമ്പലത്തിൽ VHPയുടെ നേതൃത്വത്തിലുള്ള ആ അമ്പലത്തിൽ അവിടെ നടത്തിയിരിക്കുന്ന കൊള്ള എത്രയാണ്? 3 കിലോയിൽ മേളിൽ സ്വർണം പോയിട്ടുണ്ട്. നാളെ ഞാനിത് കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയാണ്. ഇന്നലെ പ്രസ് മീറ്റിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ കള്ളന്മാർക്കും, ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള കൊടും കള്ളനെ, വെള്ളാപ്പള്ളി നടേശനെ പ്രൊട്ടക്ട് ചെയ്ത് പത്മവിഭൂഷൺ മേടിച്ചു കൊടുത്തവരാണ്. അതും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ആൾക്കാരാണ്. അപ്പൊ ഇതുപോലെ ഇത്രയും ഗതികെട്ട ഒരു BJP രാജ്യത്തില്ല. നരേന്ദ്രമോദിജിയുടെയും അമിത്ഷായുടെയും അവരുടെ പേരും അവരുടെ നന്മയും എല്ലാം നശിപ്പിക്കുന്ന ഇത്തരം കച്ചവടക്കാരും കപടക്കാരെയും ഈ രാജ്യത്ത് കേരളത്തിലുള്ളതുപോലെ വേറൊരിടത്തും കാണാൻ പറ്റില്ല. മാത്രമല്ല, അഞ്ചാം സ്ഥാനത്താണ് ഫിനാൻഷ്യൽ ഫ്രോഡ് ഇരിക്കുന്നത്. അതുപോലെ ഇവരെ ഈ 34 മണിക്കൂർ ഫ്ലൈ ചെയ്ത ഇതിന് 114 മണിക്കൂർ ഫ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ കോടിക്കണക്കിന് രൂപ അതിൽ നിന്ന് തട്ടിച്ചിരിക്കുന്നത്. ഇവരെന്താ ഉഗാണ്ടയ്ക്ക് പോയോ അതോ അമേരിക്കയിലേക്ക് പോയോ? മറ്റൊരു കാര്യം ഇതിൽ ചോദിക്കാനുള്ളത്, ഈ കൊടിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്, ഈ കൊടിയുടെ പേരിൽ നടത്തിയ 1.5 കോടിയുടെ തട്ടിപ്പ്, ഇത് എത്രമാത്രം നീചമായ രീതിയിലാണ്? എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പ്രതിപക്ഷം എവിടെ? പ്രസവിച്ച് കിടക്കുകയാണോ പ്രതിപക്ഷം? കേരളത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിപക്ഷം ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറൂ. ജനങ്ങൾക്ക് ചോദിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള പല കാര്യമുണ്ട്. പിണറായി വിജയനെ പോലും ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണോ? ഇത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ED അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ NIA അല്ലെങ്കിൽ ഇൻകം ടാക്സ്, ഇതൊക്കെ കൊണ്ട് ആൾക്കാരെ വിരട്ടാൻ വേണ്ടി മാത്രമാണ് BJP ഇത് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ആരും ഭയക്കുമെന്ന് ആരും കരുതരുത്. നിങ്ങൾ ആരും കരുതരുത് നിങ്ങളെ ഭയന്ന് നിൽക്കുകയാണെന്ന്. നിങ്ങൾ ഒരടി അടിച്ചാൽ 6 അടി തിരിച്ചടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ശക്തി ഇവിടെയുണ്ട്. അതാണ് ജനമെന്ന് പറയുന്നത്. ജനത്തെ അവഗണിച്ചുകൊണ്ടും അതുപോലെ തന്നെ 4 നേതാക്കന്മാർ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവരെ വിരട്ടിക്കൊണ്ടും മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതരുത്. വരും ദിവസങ്ങളിൽ BJP നിയമപരമായും
അല്ലാതെയും സമൂഹത്തിൻ്റെ മുന്നിൽ ഒന്നായി കണക്ക് പറയേണ്ടി വരും. ജനം ആ കണക്ക് ചോദിക്കുകയും ചെയ്യും. നരേന്ദ്രമോദി അമിത്ഷാ ഉണ്ടെന്ന് കരുതി എന്ത് ഉമ്മാക്കിത്തരവും എന്ത് തന്തയില്ലായ്മയും കാണിക്കാമെന്ന് കേരള സംസ്ഥാന BJP-ക്കാർ വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിൻ്റെ തുടക്കമാണെന്ന് ഇവിടെ ഒന്നുകൂടെ അടിവരയിട്ട് ഞാൻ ജനങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.